ഹായ്, സഹകാരി അക്കാദമിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻസിന്റെ പല ക്വസ്റ്റ്യനുകളും അതുപോലെ തന്നെ അതിന്റെ തിയറി പാർട്ടുകളൊക്കെ കഴിഞ്ഞു. ഇനി എഞ്ചിന്റെ പല പാർട്ടുകളും നമ്മളൊന്ന് മെൻഷൻ ചെയ്തു പോയി എന്നല്ലാണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടില്ല. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കോമ്പോണൻസ് ഓഫ് എഞ്ചിൻ വളരെ ഇമ്പോർട്ടൻറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. കോമ്പോണൻസ് ഓഫ് എഞ്ചിൻ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോമ്പോണൻസ് ഓഫ് എഞ്ചിൻ റെഡി. കോമ്പൗണ്ട്സ് ഓഫ് എഞ്ചിൻ ആദ്യം തന്നെ എൻറ്റയർ കോമ്പൗണ്ട്സുകൾ നമുക്ക് ഓൾറെഡി പറയാം. നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ക്രാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്രാങ്ക് പിന്ന്, ക്രാങ്ക് ഷാഫ്റ്റ്, കണക്റ്റിംഗ് റോഡും ക്രാങ്ക് ഷാഫ്റ്റും നമ്മൾ കണക്ട് ചെയ്യുന്നത് ക്രാങ്ക് പിന്നായിരുന്നു. റെഡി. ക്രാങ്ക് ഷാഫ്റ്റ് എന്നാൽ ക്രാങ്കുകൾ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഷാഫ്റ്റാണ് ക്രാങ്ക് ഷാഫ്റ്റ്. ക്രാങ്ക് കേസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ക്രാങ്ക് ഷാഫ്റ്റിനെയും കണക്റ്റിംഗ് റോഡിനെയും സേവ് ചെയ്ത് ഒരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നമ്മളാക്കുന്നത് ആരാണ്? നമ്മുടെ ക്രാങ്ക് കേസ് ആണ്. ഓയിൽ സമ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കും ഓയിൽ ഉണ്ടാവുക. സിലിണ്ടർ ബ്ലോക്ക്, ഇതൊരു സിലിണ്ടർ ബ്ലോക്ക് ആണ്. കണക്റ്റിംഗ് റോഡ് നമുക്കറിയാം, പിസ്റ്റനെയും കണക്റ്റും നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഗെറ്റ് ജോയിന്റ് പിന്ന് ആലോചിച്ച് വെക്കേണ്ടത്, കണക്റ്റിംഗ് റോഡ് പിസ്റ്റന്റെ മേലെ ഉണ്ടാവുന്ന ആ ഒരു പിന്നാണ് നമ്മൾ ഗെറ്റ് ജോയിന്റ് പിൻ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നമ്മൾ ക്രാങ്ക് പിന്ന് പറഞ്ഞതുപോലെ തന്നെ, ഈ പിന്ന് പറഞ്ഞതുപോലെ തന്നെ മുകളിൽ കണക്റ്റിംഗ് റോഡ് പിസ്റ്റണുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു സ്മോൾ എൻഡ് പിന്നിനെയാണ്, സ്മോൾ എൻഡ് ബിയറിങ്ങിനെ നമ്മൾ പറയുന്ന പേരാണ് ഗെറ്റ് ജോയിന്റ് പിൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇൻലെറ്റ് വാൾവ് എയർ, ഇത് എയർ മാത്രമാണെങ്കിൽ ഇത് എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്ക്. ഡീസൽ എഞ്ചിൻസിന്റെ ഒരു ക്രോസ് സെക്ഷൻ ആണ് തന്നിട്ടുള്ളത്. അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ്, ഇഞ്ചക്ടർ ഈ ഭാഗത്ത് ഉണ്ടാവും. പ്രൊഡക്റ്റ് ഇതിലൂടെ പോകുന്നു. എക്സോസ്റ്റ് മാനിഫോൾഡ്, എക്സോസ്റ്റ് വാൾവ്, ഇൻലെറ്റ് വാൾവ് ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. സിലിണ്ടർ ബ്ലോക്ക്, കംപ്രഷൻ ചേംബർ ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തത് സിലിണ്ടർ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, the chamber where fuel and air are burned. അല്ലേ? ഫ്യൂറും എയറും മിക്സ് ആവല്ലേ, ബേൺ ആവുന്നത്, കത്തുന്നത്. ഫ്യൂറും എയറും കത്തുന്നത് എവിടെയാണ്? സിലിണ്ടർ ഹെഡിന്റെ പോർഷൻസാ. അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു കാര്യം കൂടി പറയുന്നു, ഇത് സിലിണ്ടർ ഹെഡിന്റെ ഭാഗത്തു നിന്നും കൂടി അങ്ങനെയും പറയാം. അതിന്റെ കൂടെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് സിലിണ്ടർ ബ്ലോക്കിന്റെ കവർ, ഹെഡ് കവർ ചെയ്യുന്നത്, സിലിണ്ടർ ബ്ലോക്കിനെ, കമ്പഷൻ ചേംബറിനെ കവർ ചെയ്യുന്നത് ആരാണ്? സിലിണ്ടർ ബ്ലോക്ക് ആണ്. അല്ലെ? കവർ ചെയ്യുന്നത് കമ്പഷൻ ചേംബറിനെ കവർ ചെയ്യുന്നത് ആരാണ്? കമ്പഷൻ ചേംബറിനെ കവർ ചെയ്യുന്നത് ആരാണ്? സിലിണ്ടർ ഹെഡ് ആണ്. ഓക്കെ, അപ്പൊ രണ്ട് കാര്യങ്ങളുണ്ട്. കമ്പഷൻ ചേംബർ, ദ ചേംബർ വെയർ ഫ്യൂൽ എയർ ആർ ബേൺഡ്. അല്ലെ? നോക്കാം, ആ ഒരു വാക്യത്തിൽ മനസ്സിലാക്കേണ്ടത് ഓൾമോസ്റ്റ് കമ്പഷൻ ചേംബർ ബഹുഭൂരിപക്ഷം സിലിണ്ടർ ഹെഡിന്റെ ഭാഗത്തായിരിക്കും. ഓക്കെ, അപ്പൊ സിലിണ്ടർ ഹെഡിന്റെ ഭാഗത്തും കമ്പഷൻ ചേംബർ ഉണ്ട്. അപ്പം സിലിണ്ടറിന്റെ ഹെഡിനെ കവർ ചെയ്യുന്നത് ആരാണ്? സിലിണ്ടർ ഹെഡാണ്. സിലിണ്ടറിനെ കവർ ചെയ്യുന്നു, കമ്പഷൻ ചേംബറിനെ കവർ ചെയ്യുന്നതും സിലിണ്ടർ ഹെഡാണ്. അതേപോലെ തന്നെ സിലിണ്ടർ ബ്ലോക്ക്, ദ മെയിൻ സ്ട്രക്ചറൽ കോമ്പോണന്റ് ഓഫ് ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ. ദ മെയിൻ സ്ട്രക്ചറൽ കോമ്പോണന്റ് ഓഫ് ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ. ഒരു ഇന്റേണൽ കമ്പഷൻ എഞ്ചിന്റെ സ്ട്രക്ചറൽ കോമ്പോണന്റിനെയാണ് നമ്മൾ പറയുന്നത് മെയിൻ സ്ട്രക്ചറൽ കോമ്പോണന്റ്. നമുക്കൊരു നട്ടൽ എന്തിനാണ് ആവശ്യം, അതേപോലെ തന്നെ നമ്മുടെ എഞ്ചിനായി നിൽക്കാൻ വേണ്ടി എല്ലാ കോമ്പോണന്റുകളും ഫിറ്റ് ചെയ്തിട്ടുള്ള സിലിണ്ടർ ബ്ലോക്കിന് ആയിരിക്കും. അതേപോലെ തന്നെ പിസ്റ്റൺ നോക്കിക്കഴിഞ്ഞാൽ, പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ മൂവ് അപ്പ് ആൻഡ് ഡൗൺ ഇൻസൈഡ് ദ സിലിണ്ടർ, കൺവേർട്ട് ഇൻ ടു ദ മോഷൻ. അല്ലെ? അതായത് പിസ്റ്റണിനുള്ളിൽ, സിലിണ്ടറിന്റെ ഉള്ളിൽ പിസ്റ്റൺ അപ്പ് ആൻഡ് ഡൗൺ മോഷൻ ചെയ്യുന്നത്, അത് എന്താക്കുന്നു? ആ ഒരു പവർ കണക്റ്റിംഗ് റോഡിലേക്ക് എത്തിക്കുന്നത് ആരായിരിക്കും? പിസ്റ്റൺ ആയിരിക്കും. കമ്പഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന പിസ്റ്റൺ, ഇവിടെ കത്തുമ്പോൾ ഉണ്ടാവുന്ന പ്രഷറിനെ കണക്റ്റിംഗ് റോഡിലേക്കും ക്രാങ്ക് ഷാഫ്റ്റിലേക്കും എത്തിക്കാൻ വേണ്ടി പിസ്റ്റൺ വലിയൊരു ദൗത്യം ചെയ്യുന്നുണ്ട്. അടുത്തത് ക്രാങ്ക് ഷാഫ്റ്റ് ആണ്. പിസ്റ്റന്റെ ലീനിയർ മോഷനെ റൊട്ടേഷണൽ മോഷനാക്കി മാറ്റുന്നത് ക്രാങ്ക് ഷാഫ്റ്റ് ആണ്. നമുക്ക് സംശയമില്ല, നമ്മൾ ഓൾറെഡി വലിയ രീതിയിൽ ഡിസ്കസ് ചെയ്തതാണ്. റെഡി? കണക്റ്റിംഗ് റോഡാണ്. പിസ്റ്റണേയും ലിങ്ക് പിസ്റ്റൺ ആൻഡ് ക്രാങ്ക് ഷാഫ്റ്റിനെയും പിസ്റ്റണേയും കണക്ട് ചെയ്യുന്നത് ആരാണ്? കണക്റ്റിംഗ് റോഡ് ആയിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. ക്രാങ്ക് ഷാഫ്റ്റിനെയും പിസ്റ്റണേയും കണക്ട് ചെയ്യുന്നത് കണക്റ്റിംഗ് റോഡ് ആയിരിക്കും. ക്രാങ്ക് കേസ്, ദ പ്രൊട്ടക്റ്റീവ് മെറ്റൽ ഹൗസിംഗ് ദാറ്റ് എൻക്ലോസ് ദ ക്രാങ്ക് ഷാഫ്റ്റ് കണക്റ്റിംഗ് റോഡ്. രണ്ട് കാര്യത്തിനെയും, ക്രാങ്ക് ഷാഫ്റ്റിനെയും കണക്റ്റിംഗ് റോഡിനെയും പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റൽ ഹൗസിംഗ് ആവുന്നത് ആരാണ്? ക്രാങ്ക് കേസ് ആണെന്ന് മനസ്സിലാക്കി വെക്കാം. നമുക്ക് ഓരോന്ന്
ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോന്ന് പോയിന്റുകൾ വെച്ചിട്ട് പഠിക്കാം. ഓക്കെ, ഇത് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വളരെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട്, പക്ഷെ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിൽ ഒരു MCQ ലെവൽ എക്സാമിന് മാക്സിമം ഇത്തരം കാര്യങ്ങൾ മതി. നോക്കൂ, ദ ബോഡി ഓഫ് എൻജിൻ നോൺ ആസ് സിലിണ്ടർ ബ്ലോക്ക്. ദ ബോഡി ഓഫ് എൻജിൻ ഈസ് നോൺ ആസ് സിലിണ്ടർ ബ്ലോക്ക്. മനസ്സിലാക്കണം, സിലിണ്ടർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു എഞ്ചിന്റെ ബോഡി ബ്ലോക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിലിണ്ടർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ. റെഡി? കണ്ടെയ്ൻ സിലിണ്ടർ, വാട്ടർ ജാക്കറ്റ്, ഓയിൽ പമ്പ്. നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സിലിണ്ടർ ഉണ്ട്, വാട്ടർ ജാക്കറ്റ് ഉണ്ട്, ഓയിൽ പമ്പുകൾ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു സ്ട്രക്ചറൽ കോമ്പോണന്റ്. ഒരു എഞ്ചിന്റെ സ്ട്രക്ചറൽ കോമ്പോണന്റ് ആണ് സിലിണ്ടർ ബ്ലോക്ക്. അവിടെ എന്തുണ്ടാവും? സിലിണ്ടർ ഉണ്ടാവും, പിസ്റ്റൺ ഉണ്ടാവും, വാട്ടർ ജാക്കറ്റ്, കൂളിങ്ങിന് വേണ്ടി വാട്ടർ ജാക്കറ്റ് ഉണ്ടാവും, ഓയിൽ പാസേജുകൾ ഉണ്ടാവും. അങ്ങനെ ഇൻഡിവിജ്വൽ കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ മേഡപ്പ് ഓഫ് കാസ്റ്റ് അയൺ ആൻഡ് അലൂമിനിയം. രണ്ട് കാര്യങ്ങളും പറയാൻ കാരണം, കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം ഏറ്റവും റിജിഡ്ലി ആയിട്ടുള്ള ഒരു മെറ്റലാണ് നമ്മൾ വണ്ടിയിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത്. അതേപോലെ തന്നെ അലൂമിനിയം വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ അലൂമിനിയം യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ സിലിണ്ടർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചറൽ കോമ്പോണന്റ് ആണ് നമ്മൾ പഠിച്ചു. അടുത്തത് സിലിണ്ടർ ഹെഡ് ആണ്. കവർ ദ ടോപ്പ് ഓഫ് ദ സിലിണ്ടർ ബ്ലോക്ക്. ഇങ്ങനെയും പറയാം, ടോപ്പ് ഓഫ് ദ സിലിണ്ടർ ബ്ലോക്ക് കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? സിലിണ്ടർ ഹെഡ് യൂസ് ചെയ്യുന്നു. ടോപ്പ് ഓഫ് ദ സിലിണ്ടർ ബ്ലോക്ക് കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ സിലിണ്ടർ ഹെഡ് യൂസ് ചെയ്യുന്നു. ഓക്കെ, കണ്ടെയ്നിങ് കമ്പഷൻ ചേംബർ, വാൾവ്, സ്പാർക്ക് പ്ലഗ്, ഇഞ്ചക്ടർ. അതൊന്ന് ആലോചിച്ച് നോക്കാം. മേജർ കോമ്പോണന്റുകൾ നമുക്ക് സിലിണ്ടർ ഹെഡിലാണ്. എന്തൊക്കെ ഉണ്ടാവും നോക്കൂ. ഇവിടെ വാൾവ് ഉണ്ട്, ക്യാം ഷാഫ്റ്റ് കാണാൻ പറ്റുന്നുണ്ട്, റോക്കർ ആംസ് കാണാൻ പറ്റുന്നുണ്ട്, സ്പാർക്ക് പ്ലഗുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന സ്പാർക്ക് പ്ലഗുകൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു എഞ്ചിന്റെ ദൗത്യത്തിലെ എല്ലാ ബഹുഭൂരിപക്ഷം കാര്യങ്ങളും സിലിണ്ടർ ഹെഡിലാണ്. അതന്നെയാ പറഞ്ഞത്, കണ്ടെയ്നിങ് കമ്പഷൻ ചേംബർ, വാൾവ്, സ്പാർക്ക് പ്ലഗ്, ഇഞ്ചക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ. റെഡി? സിലിണ്ടർ ലൈനേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സിലിണ്ടർ, നമ്മൾ ഈ സിലിണ്ടർ പഠിക്കുന്ന സമയത്ത് നോക്കൂ, സിലിണ്ടറിന്റെ ഇവിടെ ഈ സിലിണ്ടറിന്റെ ഈ ഒരു ഭാഗത്ത് സിലിണ്ടറിന്റെ ബോറിൽ രണ്ട് മെറ്റലുകൾ തമ്മിൽ ഫ്രിക്ഷണൽ കോണ്ടാക്റ്റ് ആണ് വരുന്നത്. കാരണം പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റലാണ്, സിലിണ്ടർ വാൾവ് എന്ന് പറഞ്ഞാൽ മെറ്റലാണ്. അപ്പം വലിയ രീതിയിലുള്ള വർക്കിംഗ് നടക്കുന്ന സമയത്ത് അവിടെ തേയ്മാനങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ആ തേയ്മാനങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ സിലിണ്ടർ ബ്ലോക്കിന് വലിയ രീതിയിൽ ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ എഫിഷ്യൻസിക്കും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. എഫിഷ്യൻസി, പവർ, അങ്ങനെ ഔട്ട്പുട്ട് ഒക്കെ കുറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ വെക്കുന്നതാണ് സിലിണ്ടർ ലൈനേഴ്സ്. അതായത് ഒരു ഹോളോ ആയിട്ടുള്ള ഒരു കാസ്റ്റ് നമ്മൾ സിലിണ്ടറിനുള്ളിലേക്ക് ഇറക്കി വെക്കുന്നു. അങ്ങനെ ആവുമ്പോഴുള്ള ഗുണം ചോദിച്ചു കഴിഞ്ഞാൽ ഈ പിസ്റ്റൺ മൂലം ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ലോസ് ഈ സിലിണ്ടർ ലൈനേഴ്സിനെയാണ് നേരിട്ട് ബാധിക്കുന്നത്. ആ സിലിണ്ടർ ലൈനേഴ്സ് നമുക്ക് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ മാത്രം മതി. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സിലിണ്ടർ ലൈനേഴ്സ് റീപ്ലേസബിൾ സിലിണ്ടറിക്കൽ പാർട്ട് ഫിറ്റഡ് ഇൻസൈഡ് ദ എഞ്ചിൻ സിലിണ്ടർ റെഡ്യൂസ് ദ വിയർ. അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്, ഒരു റീപ്ലേസ്ഡ് ആയിട്ടുള്ള സിലിണ്ടറിക്കൽ പാർട്ടാണ് ഫിറ്റഡ് ഇൻസൈഡ് ദ എഞ്ചിൻ. ഇൻസൈഡ് ദ എഞ്ചിൻ ആയിരിക്കും ഇത് ഫിറ്റ് ചെയ്തിട്ടുണ്ടാകുന്നത്. അത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സിലിണ്ടർ വിയർ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു. ഇറ്റ് ഹെൽപ്പ് ദ ഹീറ്റ് ട്രാൻസ്ഫർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അടുത്തത് റെഡ്യൂസ് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ പിസ്റ്റൺ ആൻഡ് സിലിണ്ടറിക്കൽ വാൾവ്. ഇത് തന്നെയല്ലേ നമ്മൾ പറഞ്ഞത്, ആ ഫ്രിക്ഷൻ കുറയ്ക്കുന്നു എന്ന് പറഞ്ഞത്. രണ്ട് തരത്തിലുള്ള സിലിണ്ടർ ലൈനേഴ്സ് ഉണ്ട്, ഡ്രൈ ലൈനേഴ്സ് ആൻഡ് വെറ്റ് ലൈനേഴ്സ്. എന്തായിരുന്നു ഡ്രൈ ലൈനേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സിലിണ്ടർ ലൈനേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത് കാസ്റ്റ് അയൺ കൊണ്ടായിരിക്കും. ആ കാസ്റ്റ് അയണിൽ നമ്മൾ ക്രോമിയം ആഡ് ചെയ്യാറുണ്ട്. നമ്മൾ പല സാഹചര്യങ്ങളിലും കാസ്റ്റ് അയൺ യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ വണ്ടിയുടെ മെജോറിറ്റി കാര്യങ്ങളും നമ്മൾ കാസ്റ്റ് അയൺ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ ക്രോമിയം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം ഇംപ്രൂവ് ദ ഹാർഡ്നെസ്. അതായത് കാസ്റ്റ് അയണിന്റെ കൂടെ ക്രോമിയം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഹാർഡ്നെസ് ഇംപ്രൂവ് ദ ഹാർഡ്നെസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, കാസ്റ്റ് അയണിന്റെ കൂടെ ക്രോമിയം ആഡ് കഴിഞ്ഞാൽ ഹാർഡ്നെസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഡ്രൈ ലൈനേഴ്സ്. രണ്ട് ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. ഡ്രൈ ലൈനേഴ്സ് കേട്ടിരുന്നോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സുഖമായിട്ട് പഠിക്കാൻ പറ്റും. ഡസ് നോട്ട് ഡയറക്ട്ലി കോണ്ടാക്ട് വിത്ത് കൂളിംഗ് വാട്ടർ. അതായത് ഡ്രൈ ലൈനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിലിണ്ടർ പഠിച്ച സമയത്ത് അതേപോലെ തന്നെ നമ്മുടെ സിലിണ്ടർ ബ്ലോക്ക് പഠിച്ച സമയത്ത് സിലിണ്ടർ ബ്ലോക്കിൽ കുറേ വാട്ടർ ജാക്കറ്റുകൾ ഉണ്ടാവും.
അതിന്റെ ഹീറ്റ് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണ് എഞ്ചിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോൾ സംഭവം ഉണ്ടാകുന്ന ഹൈ ഹീറ്റ് ട്രാൻസ്ഫറിന് വേണ്ടി നമ്മൾ വാട്ടർ ജാക്കറ്റുകൾ കൊടുക്കാറുണ്ട്. പക്ഷേ ഡ്രൈ ലൈനേഴ്സിന്റെ പ്രത്യേകത ഈ വാട്ടർ ജാക്കറ്റുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടാവില്ല, ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവുന്നു. ആ ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ലാത്തത് കൊണ്ട് മനസ്സിലാക്കണം, ഫിറ്റഡ് ടൈറ്റ്ലി ഇൻസൈഡ് ദ സിലിണ്ടർ ബ്ലോക്ക് ആണെന്ന് നമുക്കറിയാം. തിൻ കൺസ്ട്രക്ഷൻ ആയിരിക്കും, തിൻ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ. കാരണം നമുക്ക് വാട്ടർ കോണ്ടാക്ട് ഇല്ലാത്തതിനെ കൊണ്ട് അവിടെ ലീക്കേജുകൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ ഡ്രൈ ലൈനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിൻ കൺസ്ട്രക്ഷൻ ആണെന്ന് പറഞ്ഞു. ഇവിടെ നോക്കുക, ഇവിടെ എന്താണ്, ഞാനൊരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഓക്കെ, ഇത് നമ്മളുടെ വാട്ടർ ജാക്കറ്റ് ആണെന്ന് വിചാരിക്കുക. വാട്ടർ ജാക്കറ്റ് റെഡി, വാട്ടർ ജാക്കറ്റ്. ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ കൂളിംഗ് വാട്ടർ പാസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ നല്ലൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ എന്താണ്, ഡസ് നോട്ട് ഡയറക്ട്ലി കോണ്ടാക്ട് ദ കൂളിംഗ് വാട്ടർ എന്നാണ് നമ്മൾ പറയാം. അതേപോലെ തന്നെ മറ്റൊന്ന്, ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് അല്ലേ കമ്പാരിറ്റീവ്ലി ലെസ് ആയിരിക്കും. കാരണം ഇവിടെ നോക്കൂ, ഹീറ്റ് ട്രാൻസ്ഫർ ലെസ് ആയിരിക്കില്ലേ, കാരണം ഇവിടെ തമ്മിലുള്ള കോണ്ടാക്ട് കുറവാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഹീറ്റ് ട്രാൻസ്ഫർ കമ്പാരിറ്റീവ്ലി ലെസ് ആയിരിക്കില്ലേ. ശരിയല്ലേ, കറക്റ്റ് അല്ലേ? അടുത്തത്, സ്ട്രോങ് സപ്പോർട്ട് ഫ്രം ദ സിലിണ്ടർ ബ്ലോക്ക്. സിലിണ്ടർ ബ്ലോക്കിനെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഡ്രൈ ലൈനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആലോചിച്ച് വെക്കുക, ഡ്രൈ ലൈനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കൂളിംഗ് ജാക്കറ്റ് വാട്ടർ ജാക്കറ്റുമായിട്ട് തീരെ കോണ്ടാക്ട് ഇല്ലാത്ത അത്തരത്തിലുള്ള ഒരു ലൈനേഴ്സ് ആണ്. ലൈനേഴ്സ് വിയർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതിന്റെ കൂടെ തന്നെ പഠിച്ചിരിക്കേണ്ട മറ്റൊന്നാണ് വെറ്റ് ലൈനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് വെറ്റ് ലൈനേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ഡയറക്ട്ലി കോണ്ടാക്ട് വിത്ത് കൂളിംഗ് വാട്ടർ. നമ്മൾ ആ ഫിഗർ ഒരിക്കൽ കൂടി വരയ്ക്കാം. നമ്മുടെ പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് ഇവിടെ ഉണ്ട്. കൂളിംഗ് വാട്ടർ എവിടെയായിരിക്കും, ഇതിലൂടെ ആയിരിക്കും മൂവ് ചെയ്യുക. റെഡി, അപ്പൊ ഇവിടെ എന്തുണ്ട്, ഒരു ചെറിയ രീതിയിൽ തിക്കായിട്ടുള്ള കൺസ്ട്രക്ഷൻ. നേരത്തെ തിന്നാണെങ്കിൽ തിക്കായിട്ടുള്ള കൺസ്ട്രക്ഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ ഇതെന്തായിരിക്കും, ഈസിലി റീപ്ലേസബിൾ ആ, മറ്റേ ഈസിലി റീപ്ലേസബിൾ അല്ല ഡ്രൈ ലൈനേഴ്സ്. അത് കാണാനുള്ള കാരണം എന്താ, അത് ലൂബ്രിക്കേറ്റിംഗ് ഓയിലുമാണ്. ഇതൊരു ലൂബ്രിക്കേഷൻ ആയിട്ട് ആക്ട് ചെയ്യൂല നമ്മുടെ കൂളന്റുകൾ. അങ്ങനെ ആകുന്ന സമയത്ത് ആ ലൂബ്രിക്കേഷന്റെ പോലെയല്ല, അതിനെ റീപ്ലേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടില്ലേ, അവിടെ കോണ്ടാക്ട് ഇല്ലല്ലോ. അതേപോലെ തന്നെ ഇത് ഈസിലി റീപ്ലേസബിൾ, കാരണം ഇത് രണ്ട് കോണ്ടാക്ട് ഉണ്ട്. റബ്ബർ സീലിംഗ് ഈസ് റിങ്സ് ആർ പ്രൊവൈഡഡ് ടു പ്രിവെന്റ് ലീക്കേജ്. കാരണം ഇവിടെ എന്താണ്, ഈ സിലിണ്ടർ ലൈനും വാട്ടർ ജാക്കറ്റും തമ്മിലുള്ള കോണ്ടാക്ട് ഉണ്ടായതിനെ കൊണ്ട് അവിടെ റബ്ബർ സീലിംഗ് റിങ്സ് ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ലീക്കേജ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു. ഫൈൻ, രണ്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ നോക്കിക്കോ. ഡ്രൈ ലൈനേഴ്സ് ആണ്, നമ്മുടെ സിലിണ്ടർ ലൈനറാണ് ഇതിവിടെ കിടക്കുന്നത്, വാട്ടർ ജാക്കറ്റ് ആണ് ഇവിടെ കിടക്കുന്നത്, സിലിണ്ടർ ആണ് ഇവിടെ, പിസ്റ്റൺ അറേഞ്ച്മെന്റ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നോക്കൂ, ഇവിടെയുള്ള ഗ്യാപ്പ് നോക്കൂ, കിട്ടിയിട്ടുണ്ട്. അതിന് നമ്മൾ ഡ്രൈ ലൈനേഴ്സ്. നോക്കൂ, ഇവിടെ വാട്ടർ ജാക്കറ്റ് കിട്ടി, ഇവിടെ പിസ്റ്റൺ അറേഞ്ച്മെന്റ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ഉണ്ടാകുന്ന ലൈനേഴ്സ് നോക്കൂ, വാട്ടർ ജാക്കറ്റുമായിട്ട് നല്ല രീതിയിലുള്ള കോണ്ടാക്ട് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സീലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് വെറ്റ് ലൈനർ. രണ്ട് കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡ്രൈ ലൈനേഴ്സും വെറ്റ് ലൈനേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, കോമ്പോണൻസ് ഓഫ് എൻജിൻസിന്റെ ഒരു പാർട്ട് നമ്മൾ അവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ പറഞ്ഞിട്ടുള്ള ക്ലാസ് 1 by 1 ആയിട്ട് പഠിച്ചു വെച്ചോളാം. മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടണം, മാക്സിമം മാർക്ക് കിട്ടണം. മറ്റൊരു ക്ലാസ്സിൽ കാണുന്നവരെ താങ്ക് യു.